കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിനകത്ത് ഇടവരുത്തിയ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിനായി ഞാൻ കർത്താവിന് ഒത്തിരി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തതകൾക്കായും ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. 2026 ആരംഭം ഞായറാഴ്ച വിശുദ്ധ സഭായോഗങ്ങൾക്ക് ശേഷമായിട്ട് നമുക്കിങ്ങനെ ഒരു പ്രാവശ്യം കൂടി കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാനും കർത്താവിന് ഹൃദയം തുറന്ന് ആരാധന അർപ്പിക്കാനും കർത്താവിൽ നിന്ന് കേൾക്കാനും ഒക്കെ ആയിട്ട് ഓടി വരാൻ തക്കവണ്ണം കർത്താവ് നമ്മളോട് ദയ കാണിച്ചത് ഓർത്ത് കർത്താവിന് ഒത്തിരി സ്തോത്രം ചെയ്യുന്നു. വിശേഷ ശിവനിച്ചാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഏതാണ്ട് ഞാൻ മിക്സിങ് ചെയ്ത് തുടങ്ങുന്ന ആരംഭ കാലഘട്ടം മുതൽ അച്ഛനൊരു മ്യൂസിക് ടീമുമായിട്ട് മുമ്പോട്ട് പോകുന്ന കാലഘട്ടം മുതൽ എന്നെ വിളിക്കുകയും വേണ്ടുവോളം പ്രോത്സാഹനം തരികയും അവസരങ്ങൾ തരികയും ഒക്കെ ചെയ്ത പഴയ കാലങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഓർക്കുകയായിരുന്നു. ഇങ്ങനെ ഇപ്രകാരം എനിക്ക് വീണ്ടും ശുശ്രൂഷയിലും അവസരങ്ങളും ഒക്കെ നൽകുന്നതിൽ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹൃദയംഗമായ ദിവസനത്തിൽ ഒത്തിരി നന്ദി പറയുന്നു. ടോമിച്ചാനായി സ്തോത്രം ചെയ്യുന്നു, എബിച്ചാനായി സ്തോത്രം ചെയ്യുന്നു, ഐച്ചാനായി സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായും കർത്താവിന് ഒത്തിരി നന്ദി പറയുന്നു. ഹൃദയം നിറഞ്ഞ നന്ദിയും വന്ദനം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയബോധത്തോടെ വചനത്തിന് മുമ്പിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ നിയോഗം തന്ന വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. പുറപ്പാട് പുസ്തകം 33 അധ്യായം അതിൻ്റെ 11 വാക്യം. പുറപ്പാട് പുസ്തകം 33 അധ്യായം അതിൻ്റെ 11 വാക്യം. ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. മതി. ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. തിരുവചനം പഠിക്കുമ്പം, പ്രത്യേകിച്ച് പഴയ നിയമങ്ങൾ നമ്മൾ പഠിക്കുമ്പം, ദൈവം മനുഷ്യനോട് ഇടപെടുന്ന വ്യത്യസ്ത രീതികളുണ്ട്. അതിൽ 33:1 വായിക്കുമ്പം, അനന്തരം യഹോവ മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, 34:1 വായിക്കുമ്പോൾ യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, ദൈവം മനുഷ്യനോട് ഇടപെടുന്ന ഒന്നാമത്തൊരു രീതി ഒരു കൽപ്പനയുടെ സ്വഭാവത്തിലായിരുന്നു. മുഴുവൻ അതോറിറ്റിയും കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു ഗൗരവഭാവത്തിൽ ഔദ്യോഗികമാകുന്ന നിലവാരത്തിലാണ് ദൈവം തൻ്റെ ജനത്തോട്, വ്യക്തികളോട് കൽപ്പന രൂപേണയാണ് സംസാരിക്കുന്നത്. കുറച്ചും കൂടി ബാക്കിലേക്ക് പോകുമ്പോൾ അബ്രഹാമിനോട് ദൈവം ഇടപെടുന്നത്, അബ്രഹാമിന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, അരുളപ്പാട് 2 തരത്തിൽ, ഒന്ന് അരുളപ്പാടായിട്ടും 2 കൽപ്പനയായിട്ടും. അതെ, ഈ കൽപ്പന എന്ന് പറയുമ്പം അത് ദൈവത്തിൻ്റെ നിർദ്ദേശമാണ്. അതിനകത്ത് അണുവിട വ്യത്യാസങ്ങളില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്ലാനുകൾ കയറ്റാൻ പറ്റത്തില്ല, നമ്മുടെ ഇഷ്ടങ്ങൾ അതിനകത്ത് കൂട്ടിച്ചേർക്കാൻ പറ്റത്തില്ല, നമ്മൾക്ക് നോ പറയാൻ പറ്റത്തില്ല, നമുക്കവിടെ ഓപ്ഷനുകളില്ല. അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അത് ദൈവത്തിൻ്റെ അതോറിറ്റിയാണ്. അതുകൊണ്ടാണ് 10 കൽപ്പനകൾ. നോഹയോട് കൽപ്പന കൊടുക്കുന്നു, പെട്ടകത്തിൻ്റെ മുഴുവൻ അളവുകളും അതിനകത്ത് അണുവിട സ്വന്തം ഇഷ്ടങ്ങൾക്ക് മാറ്റം വരുത്താൻ പറ്റത്തില്ല. ആ മുഴുവൻ അതോറിറ്റിയിൽ നിന്നുകൊണ്ടാണ് ദൈവം തൻ്റെ ജനത്തോട് വാക്കുകളായിട്ട് സംസാരിക്കുന്നത്. അതൊന്നെന്താണ്? കൽപ്പനയായിട്ടാണ് സംസാരിക്കുന്നത്. 2 കുറേ കൂടി ഇൻറ്റിമസി ആയിട്ട് ദൈവം തൻ്റെ ഹൃദയം തുറന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം കൈമാറുന്ന മേഖലയാണ് അരുളപ്പാട് എന്ന് പറയുന്നത്. അത് കുറേ കൂടെ ഹൃദയം തുറന്നാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പ്രവാചകന്മാരോടൊക്കെ നമ്മൾ പോയി നിന്ന് ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയം പറയുന്നത്, കർത്താവേ, അങ്ങയുടെ ഹിതം എന്നെ അറിയിക്കണമേ. എന്നെക്കുറിച്ചുള്ള, എൻ്റെ ഭാവിയെക്കുറിച്ചുള്ള, എൻ്റെ തലമുറകളെക്കുറിച്ചുള്ള, എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം അറിയിക്കണമേ. അതിനകത്ത് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, അങ്ങയുടെ ഹൃദയത്തിനകത്ത് എന്നെക്കുറിച്ച് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള എൻ്റെ നാളുകളെക്കുറിച്ച് അങ്ങ് എനിക്ക് അരുളപ്പാട് നൽകണമേ. ഇത് കുറേ കൂടി ഇൻറ്റിമസി ആയിട്ടാണ് ആ പദവും പോകുന്നത്. പക്ഷെ ഇവിടെ മോശയോട് ദൈവം വ്യത്യസ്തമാകുന്ന കൽപ്പന രൂപേണയല്ല, അരുളപ്പാടായിട്ടുമല്ല, മറ്റൊരു തരത്തിൽ. ആ തലം എന്താണെന്ന് പറയുന്നത്, ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ അഭിമുഖമായിട്ട് അവനോട് സംസാരിച്ചു.
ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ അഭിമുഖമായിട്ട് സംസാരിച്ചു. എൻ്റെ പ്രിയരെ, ഇത് ആരാ സംസാരിക്കുന്നതെന്ന് അറിയാമോ? ആരാ സംസാരിക്കുന്നേ? ദൈവം. ആ ദൈവത്തിൻ്റെ വിശേഷണങ്ങൾ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ദൈവം സർവശക്തനായിട്ടുള്ള ദൈവം ഇപ്പോൾ മോശയ്ക്ക് മുമ്പിൽ ഒരു സ്നേഹിതൻ നിൽക്കുന്നത് പോലെ ഇറങ്ങി വന്നിരിക്കുന്നു. പരമോന്നതനായിരുന്ന ദൈവം, സൈന്യങ്ങളുടെ കർത്താവ്, രാജാവ്, ന്യായാധിപൻ, വീണ്ടെടുപ്പുകാരൻ, നിയമദാതാവ്, അങ്ങനെ കിടക്കുകയാണ് ദൈവത്തിൻ്റെ നാമങ്ങൾ. ദൈവത്തിൻ്റെ പരമാധികാരത്തിലുള്ള പേരുകൾ ഇങ്ങനെ കിടക്കുകയാണ്. ഇത്രത്തോളം പ്രൗഢിയിൽ നിൽക്കുന്ന, ആ അധികാര ശ്രേഷ്ഠതയിൽ നിൽക്കുന്ന പിതാവാകുന്ന ദൈവം ഒരു മനുഷ്യന് മുമ്പിൽ അവന് വേണ്ടി ഒരു സ്നേഹിതനോട് സംസാരിക്കുന്ന നിലവാരത്തിൽ ഇറങ്ങി വന്നിട്ട് കൽപ്പനയുടെ സ്വരമല്ല, അരുളപ്പാടിൻ്റെ സ്വരമല്ല സംസാരിക്കുന്നു. എന്നാ ഇൻറ്റിമസിയാണെന്നറിയാമോ? എന്തോരം ഇൻറ്റിമസി ആയിട്ട് വന്ന് തുറന്നു സംസാരിക്കുന്നത് പോലെ സംസാരിക്കുകയാണ്. ഇങ്ങനെ ഒരു അവസരം നമ്മൾക്ക് കിട്ടുകയാണെങ്കിൽ നമ്മളത് എങ്ങനെയായിരിക്കും യൂട്ടിലൈസ് ചെയ്യുന്നത്? ദൈവത്തിൻ്റെ കൽപ്പനാരൂപേണയല്ലാതെ, ദൈവത്തിൻ്റെ അരുളപ്പാടുകളല്ലാതെ, ദൈവം എന്നോട് അഭിമുഖമായി ഒരു സ്നേഹിതനോട് എന്നതുപോലെ സംസാരിക്കാൻ ഇറങ്ങി വന്നാൽ, ഇങ്ങനൊരു അവസരം എനിക്ക് കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നത്? ഇങ്ങനൊരു അവസരം മോശയ്ക്ക് കിട്ടിയപ്പോൾ മോശ ഈ അവസരത്തെ ഉപയോഗിച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മോശ ഇതിനെ ഉപയോഗിച്ച രീതി, അതിൻ്റെ 12ാമത്തെ വാക്യത്തിനകത്ത് മോശ തുടങ്ങുകയാണ്. ദൈവം വന്ന് മുമ്പിൽ നിൽക്കുമ്പോൾ, ഒരു സ്നേഹിതനോട് എന്ന നിലവാരം നിൽക്കുമ്പോൾ മോശ യഹോവയോട് പറഞ്ഞത് എന്തെന്നാൽ, ഈ ജനത്തെ കൂട്ടിക്കൊണ്ടു പോക എന്ന് നീ എന്നോട് കൽപ്പിച്ചുവല്ലോ, എങ്കിലും ആരെ എന്നോട് കൂടെ അയക്കുമെന്ന് അറിയിച്ചു തന്നില്ല. എന്നാൽ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്നും നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ മോശ ദൈവത്തോട് സംഭാഷണം ആരംഭിക്കുകയാണ്. കർത്താവേ, അങ്ങ് എൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്, പക്ഷെ അതിൻ്റെയൊക്കെ അപ്പുറത്തായിട്ട് എൻ്റെ ഹൃദയത്തോട് ഞാൻ ചേർത്ത് വെക്കുന്ന, മരിച്ചാലും മറക്കാത്ത അങ്ങ് പറഞ്ഞൊരു പദം എൻ്റെ ഹൃദയത്തിനകത്തുണ്ട്. ആ പദം ഇതാണ്: ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു. പിതാവായ ദൈവം മോശയോട് പറഞ്ഞ പദമാണ് ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു. അച്ഛാ, ആ വേർഡ് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം കത്തി കേട്ടോ. ഇതിൻ്റെ കൺഫർമേഷൻ ആയിരുന്നു. സ്തോത്രം. ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അച്ഛാ, ദൈവം സർവജ്ഞനാണ്. ദൈവത്തിന് ഇന്നലകളെ അറിയാം, ഇന്നിനെ അറിയാം. ദൈവത്തിന് എൻ്റെ നാളെകളെയും അറിയാം. എൻ്റെ മാത്രമല്ല, ഈ ഭൂചരാചര ഈ ലോകത്തിനകത്ത് എന്തെല്ലാം സംഭവിക്കുന്നു അവയെല്ലാം അറിയുന്ന സർവശക്തനാകുന്ന ദൈവത്തിന് എന്നെ അടുത്തറിയുന്നു എന്ന് എന്നോട് നേരിട്ട് പറയുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു സന്തോഷം എത്രത്തോളമായിരിക്കും. ഹല്ലേലൂയ. ഈ രാത്രിയിലും ഇവിടെ വന്ന് നമ്മൾ ഇങ്ങനെ ഇരിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ബോധ്യം, എന്നെ ഏറ്റവും അടുത്ത് അറിയുന്ന ഒരുവനുണ്ട്, അവൻ്റെ പാദാന്തികയാണ് ഞാൻ കടന്നു വന്നത് എന്ന് എൻ്റെ ഹൃദയം എന്നോട് പറഞ്ഞത് കൊണ്ടാണ്. പ്രാർത്ഥന കൊണ്ടും ആരാധന കൊണ്ടും ഒക്കെ നമ്മൾ ചേർന്ന് വന്നിട്ട് എൻ്റെ ദൈവത്തോട് ഞാൻ സമ്മതിക്കുകയാണ്, കർത്താവേ, ഈ ലോകത്ത് എന്നെ ആരും അറിഞ്ഞില്ലെങ്കിലും എന്നെ ഏറ്റവും അടുത്ത് അറിയുന്ന ഒരുവൻ അത് അങ്ങ് മാത്രമാണ് എന്ന് നമ്മുടെ സമ്മതമാണ് പ്രിയരെ. പ്രാർത്ഥനകൾ കൊണ്ടും ആരാധനകൾ കൊണ്ടും ഒക്കെ നാം ദൈവത്തിന് കഴിക്കുന്നത്. കരമുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താൽ എന്തോ വാക്കാണ്. ദൈവം നമ്മളെ ഏറ്റവും അടുത്തറിഞ്ഞിരിക്കുന്നു. എന്നെ ഇവിടെ ഇപ്പോൾ എന്നെ നന്നായിട്ട് അറിയാവുന്നത് എനിക്ക് തോന്നുന്നത് ശിവനച്ചാൻ മാത്രമായിരിക്കും. കാരണം എൻ്റെ പേരറിയാവുന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്, ഞാൻ ചെയ്യുന്ന തൊഴിലുകൾ അറിയാവുന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അതിനപ്പുറത്തേക്ക് കുറച്ചും കൂടെ എൻ്റെ വീട് അറിയാവുന്നത് ശിവനിച്ചന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഇവിടെ ഇരിക്കുന്ന ആർക്കും എന്നെക്കുറിച്ച് ഒരു ധാരണയില്ല. ഈ നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം, പ്രത്യേകിച്ച് ഇന്നത്തെ ജനറേഷൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം, നമ്മളെ ഏറ്റവും അടുത്ത് അറിയുന്നവരില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ നമ്മുടെ മാനസികമാകുന്നൊരു പ്രശ്നം. നമുക്ക് സംസാരിക്കാൻ ആളില്ല,
ഹൃദയം തുറന്ന് സംസാരിക്കാൻ ആൾക്കാരില്ല. നമ്മൾ പറയാതെ നമ്മളെ മനസ്സിലാക്കുന്നവരില്ല. ഒരു കുടുംബജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിലുള്ള പ്രശ്നം നമ്മളിങ്ങനെ ഷോർട്ട് ചെയ്ത് പോകുമ്പോൾ അവർക്ക് പറയാനുള്ള വേർഡ് ഇതായിരിക്കും: എന്നെ ആ മനുഷ്യന് മനസ്സിലാവുന്നില്ല, അയാൾക്ക് എന്നെ അറിയുന്നില്ല. ഭർത്താവിനും പറയാനുള്ള ഒറ്റ വേർഡേ ആയിരിക്കും: ഇത്രയും കാലം ഞാൻ കൂടെ ജീവിച്ചിട്ടും അവൾക്ക് എന്നെ അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല. അത് വലിയ പ്രശ്നമാണ്. നമ്മളെ അറിയുന്നില്ല എന്നത് ഭയങ്കര പ്രശ്നമാണ്. നമ്മളെ അറിയുന്നില്ല എന്നത് ഭയങ്കര പ്രശ്നം. അച്ഛാ, ദാവീദ് ഒരിക്കൽ ദൈവത്തോട് അങ്ങോട്ട് ആവശ്യപ്പെടുന്നൊരു പദമുണ്ട്. സങ്കീർത്തനങ്ങൾ 26:2: യഹോവേ, നീ എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ, എൻ്റെ അന്തരംഗവും എൻ്റെ ഹൃദയവും അങ്ങ് പരിശോധിക്കണമേ. ദൈവത്തോട് അങ്ങോട്ട് പറയുകയാണ്: കർത്താവേ, നീ എന്നെ ഒന്ന് അറിയാമോ? അത് വെറുതെ നീ അറിയണ്ട, പരീക്ഷിച്ചറിഞ്ഞാൽ മതി. എങ്ങനെ പരീക്ഷിക്കണം? എൻ്റെ അന്തരംഗവും നീ പരിശോധിച്ചറിയണം, എൻ്റെ ഹൃദയവും നീ പരിശോധിച്ചറിയണം. നമ്മുടെ പ്രശ്നം ഇതാ, നമ്മൾ ആഗ്രഹിക്കുന്നത് ഇതാ: ഞാൻ നനയ്ക്കുന്നത്, എൻ്റെ ഹൃദയത്തിലുള്ളത് ആരെങ്കിലുമൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. എന്നെ കുറ്റപ്പെടുത്തുന്നവർക്ക് ഞാൻ ചെയ്തതിൻ്റെ മോട്ടീവ് മനസ്സിലാവുന്നില്ല. എന്നെ പഴി പറയുന്നവർക്ക് ഞാൻ ചെയ്തതിൻ്റെ ശരി മനസ്സിലാവുന്നില്ല. എന്നെ അകറ്റി നിർത്തുന്നവർക്ക് എൻ്റെ ആഗ്രഹം മനസ്സിലാവുന്നില്ല. ഈ ഒറ്റപ്പെടലിൻ്റെയും കുറ്റപ്പെടുത്തുന്നതിൻ്റെയും ഒഴിവാക്കലിൻ്റെയും ഒക്കെ പിമ്പിലെ റീസൺ ഹൃദയം അറിയുന്നില്ല. അത്രേ ഉള്ളൂ. ഞാൻ ചെയ്തതിൻ്റെ മോട്ടീവ് അറിയുന്നില്ല, എൻ്റെ ഉദ്ദേശം അറിയുന്നില്ല. എൻ്റെ പല ഉദ്ദേശങ്ങളും തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്നു. ഞാൻ നല്ലത് ചെയ്യുന്നത് മറ്റുള്ളവരുടെ കണ്ണിൽ പെടുന്നത് ഞാൻ ദോഷം ചെയ്തെന്ന്, ഞാൻ നന്നായി ചെയ്തത് മറ്റുള്ളവർ പറയുന്നത് അവൻ എന്തോ പ്രതികാര ബുദ്ധിയോടെ ചെയ്തെന്ന്. ഞാൻ ചെയ്യുന്നതൊക്കെ മറ്റൊരു ആംഗിളാണ് കാണുന്നത്. മുട്ടുമടക്കിയിട്ട് ദാവീദ് ദൈവത്തോട് പറയുകയാണ്: കർത്താവേ, എൻ്റെ ഹൃദയം അറിയുന്ന മനുഷ്യന്മാരും ഇന്നിവിടെ ഇല്ല, എൻ്റെ ഉള്ളം അറിയുന്നവരാരും ഇതിനകത്തില്ല. ഞാൻ എൻ്റെ ദൈവത്തിന് മുമ്പിൽ ഹൃദയം തുറന്നു കാണിച്ചിട്ട് പറയുക: അങ്ങൻ്റെ ഹൃദയം പരിശോധിക്കുക, അങ്ങൻ്റെ ഹൃദയം ശോധന ചെയ്, എന്നിട്ട് അറിഞ്ഞിട്ട് ഒരു ഉത്തരവ് താ, അതിനകത്തൊരു റിപ്പോർട്ട് താ കർത്താവേ എന്ന് ഹൃദയം തുറന്ന് ദൈവത്തോട് സങ്കടം അറിയിക്കുക. ദൈവം അറിയുക, അല്ലെങ്കിൽ മനുഷ്യനെ ഒരാൾ അറിയുക എന്നത് വലിയ കാര്യമാണ്. ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. 139 സങ്കീർത്തനത്തിൻ്റെ അകത്ത് ഇതേ ദാവീദ് മറുപടി പറയുകയാണ്: യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നത്, ഞാൻ എഴുന്നേൽക്കുന്നത് നീ അറിയുന്നു. എൻ്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലാകുന്നു. യഹോവേ, നീ മുഴുവനും അറിയാത്ത ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. എന്നാ പവർഫുൾ വേർഡാണ്. ഈ 2026 എനിക്ക് നിങ്ങളോട് കൈമാറാനുള്ള ആത്യന്തികമാകുന്ന ഒന്നാമത്തെ ദൂത്: മനുഷ്യന് മനസ്സിലായില്ലെങ്കിൽ വിട്ടര്, കൂട്ടുകാരന് മനസ്സിലായില്ലെങ്കിൽ വിട്ടര്, എന്നെ കൂടെ നിൽക്കുന്ന കൂടപ്പറപ്പിന് മനസ്സിലായില്ലെങ്കിൽ വിട്ടര്. നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തോട് നോക്കിയിട്ട് പറ: കർത്താവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണം ദൂരത്തു നിന്നും നിനക്ക് ഗ്രഹിക്കാൻ പറ്റൂ. എൻ്റെ നടപ്പ് നിനക്കറിയാം, എൻ്റെ കിടപ്പും നിനക്കറിയാം, എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലാകുന്നു. എന്നാ പവർഫുൾ വേർഡാണ്. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകുന്ന ധൈര്യമാണ്. മോശയോട് ദൈവം പറഞ്ഞൊരു വാക്ക് ഇന്നും മോശ മറക്കാതെ ഹൃദയത്തിൽ സൂക്ഷിച്ചേക്കുക. കർത്താവ് അന്ന് എന്നോടൊരു വാക്ക് പറഞ്ഞായിരുന്നു. ആ വാക്ക് എന്തെന്നറിയാമോ? അങ്ങനെ ഏറ്റവും അടുത്ത് അറിഞ്ഞിരിക്കുന്നു. എനിക്കത് മറക്കാൻ പറ്റത്തില്ല. കർത്താവേ, അങ്ങനോട് എന്തോരം നിയോഗങ്ങൾ തന്നിട്ടുണ്ട്, എന്തോരം അത്ഭുത പ്രവൃത്തികൾ എൻ്റെ കൈകൾ കൊണ്ട് ചെയ്യാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും എൻ്റെ ഹൃദയത്തിനകത്ത്, ഓർമ്മയുടെ പുസ്തകത്തിനകത്തില്ല. ചരിത്രം പറയാൻ ഞാൻ പറയും. പക്ഷെ അങ്ങനോട് ഇറങ്ങി വന്നിട്ട് നിനക്ക് ഹൃദയം തുറന്ന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഇന്നലകളിലെ മഹത്വമല്ല, ഞാൻ ചെയ്ത പ്രവൃത്തികൾ ഒന്നുമല്ല. എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇന്നും മറക്കാതെ സൂക്ഷിക്കുന്നത്, അന്ന് എന്നോട് അങ്ങ് പറഞ്ഞൊരു പദമുണ്ട്: ലോകത്തിൽ മറ്റാരും നിന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും എന്നെ നീ നന്നായി അറിയുന്നു. ഹല്ലേലൂയ.
ഹൃദയത്തോട്ട് കൈവച്ചോട്ടെന്ന് പറയാമോ? ലോകത്തിൽ എന്നെ ആരും അറിഞ്ഞില്ലെങ്കിലും എനിക്ക് സങ്കടമില്ല, ആർക്കും എന്നെ മനസ്സിലായില്ലെങ്കിലും സങ്കടമില്ല, ആരും എന്നെ പഴി പറഞ്ഞകറ്റിയാലും എനിക്ക് സങ്കടമില്ല. എൻ്റെ സത്യം നീ അനക്കറിയാം, എൻ്റെ ഉദ്ദേശത്തിൻ്റെ ശുദ്ധി അങ്ങയ്ക്കറിയാം, എൻ്റെ ശരികൾ എത്രത്തോളം ഉണ്ടെന്ന് അങ്ങയ്ക്കറിയാം. ഇതെന്തോ പരിശുദ്ധാത്മാവ് ആരോടോ ഹൃദയത്തോട് സംസാരിക്കുന്നു. നിന്നെ മടുപ്പിക്കുന്ന ഇന്നലകളിലെ കുത്തി നോവിച്ചിട്ടുള്ള മാനുഷിക വാക്കുകളോട് പരിശുദ്ധാത്മാവിൻ്റെ മറുപടിയാണ്. അവരെ തിരുത്താൻ നീ പോകണ്ട, അവരുടെ വായിൽ നിന്ന് നല്ല വാക്ക് കേൾക്കാൻ നീ ആഗ്രഹിക്കുകയും വേണ്ട. നിന്റെ മറുപടി മനുഷ്യന്റെ വായിൽ നിന്നല്ല, നിന്റെ മറുപടി ഞാനാ തരുന്നത്. ആ എൻ്റെ മറുപടി ഇതാണ്: ലോകം നിന്നെ അറിഞ്ഞില്ലെങ്കിലും നീ സങ്കടപ്പെടണ്ട, ലോകം നിന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും സങ്കടപ്പെടണ്ട. അത് എത്ര വലിയ മിത്രമാണെങ്കിലും, അത് എത്ര വലിയ കൂടപ്പറപ്പാണെങ്കിലും, ഞാൻ നിന്നെ അറിഞ്ഞാൽ അത് മതി. ദൈവം അറിയുന്നിടത്തോളം വലുത് വേറെന്തെങ്കിലും ഉണ്ടോ? ദൈവം അറിയുന്നിടത്തോളം വലുത് വേറെന്തെങ്കിലും ഉണ്ടോ? പരിശുദ്ധാത്മാവ് നിയോഗിക്കുന്ന ഒരു പദം പറയുകയാണ്. ശമൂവേൽ വന്ന് അഭിഷേകം ചെയ്യാൻ നിയോഗവുമായി ദൈവം ശമൂവേലിനെ പറഞ്ഞ് അയച്ചിട്ട് ഇശായിയുടെ അടുക്കൽ വന്നിട്ട് ഓരോ മക്കളെ കാണുമ്പോഴും ശമൂവേലിന് ആവേശം കൂടുക. ദൈവം ശമൂവേലിനോട് താക്കീത് ചെയ്തൊരു പദം പറയുന്നുണ്ട്: മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കും. ഹലോ, പ്രൈസ് ദി ലോർഡ്. ഹലോ. മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കും. ദൈവം ശമൂവേലിനോട് താക്കീത് ചെയ്തൊരു പദം പറയുന്നുണ്ട്: നിനക്കും പുറമേ ഉള്ളത് അറിയത്തുള്ളൂ, ഹൃദയം അറിയുന്നത് ഞാനാ. ഞാൻ ഒരുവനെ ഹൃദയം അറിഞ്ഞ് കണ്ടുവച്ചിട്ടുണ്ട്, ഹൃദയം അറിഞ്ഞ് കണ്ടുവച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്നൊരു ദൂത് ഇങ്ങനെ കൈമാറുന്നു. പലരും ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്ത് സെലക്റ്റഡ് ആണ്. മനുഷ്യർക്ക് നിന്നെ കണ്ട മനസ്സിലാകത്തില്ല, ഒരാൾക്കും നിന്നെ കണ്ട മനസ്സിലാകത്തില്ല. കണ്ടാൽ മനുഷ്യൻ ഇഷ്ടപ്പെടുന്ന ആകൃതി ഇല്ല, മനുഷ്യന് ഇഷ്ടപ്പെടുന്ന ഈ പൊസിഷന് പറ്റിയ ഒന്നും നിന്റെ പക്കലില്ല. പക്ഷെ ദൈവം ഹൃദയം അറിഞ്ഞ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ദാവീദേ, നിന്നെ ആർക്കാ മനസ്സിലാവുന്നത്? ദാവീദ് തിരിച്ചു പറയും: എന്നെ ദൈവത്തിന് മനസ്സിലായിട്ടുണ്ട്. ഒരു മനുഷ്യനും കാണാതെ കാട്ടിനകത്ത് കിടന്നപ്പോൾ ആർക്കെന്നെ മനസ്സിലാവും എന്ന ഹൃദയം പൊട്ടി കരഞ്ഞപ്പോൾ അന്നും മനസ്സിലാകില്ല. പക്ഷെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഇതേ ദാവീദിന് മനസ്സിലാവുന്നു: എന്നെ കർത്താവ് അറിഞ്ഞത് ഇന്നലകളോ ഇന്നോ ഒന്നുമല്ല. എൻ്റെ അമ്മയുടെ ഉദരത്തിനകത്ത് ഞാൻ പിണ്ഡാകാരമായപ്പോൾ അവൻ എന്നെ കണ്ടു. ദാവീദ് മറുപടി പറയുക: ഞാൻ ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ട്, ഞാൻ അതിദുഃഖിതനായിട്ടുണ്ട്, ഒഴിവാക്കൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ എന്നെ ആരും അറിഞ്ഞില്ലെന്നായിരുന്നു. അത് എൻ്റെ ബോധ്യമായിരുന്നു, അതെൻ്റെ ഒരു അറിവുകേടായിരുന്നു. കാര്യങ്ങൾ വ്യക്തമായിട്ട് തിരിച്ചറിയാൻ പ്രാപ്തനായപ്പോൾ ആ ദാവീദ് തിരിച്ചു മറുപടി പറയുന്നു: എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉണ്ടാകാരമായപ്പോൾ അന്ന് മുതൽ എൻ്റെ കർത്താവിന് എന്നെ അറിയാം. സങ്കടങ്ങളോട് ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റിട്ട് പറ: എന്നെ ദൈവത്തിനറിയാം, എന്നെ ദൈവത്തിനറിയാം. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മളെ അറിയാം പ്രിയരെ. ഇത് ദൈവത്തോട് മോശ പറയുകയാണ്. ഇതിനകത്ത് ഈ അറിവിന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ അറിവിൻ്റെ ഒന്നാമത്തെ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മളെ അറിയാം, ദൈവത്തിന് നമ്മളെ അടുത്തറിയാം. അതൊരു ഭയങ്കര ഭാഗ്യമാണ്. ദൈവത്തിന് അടുത്തറിഞ്ഞപ്പോൾ ദൈവം അടുത്തൊരു പദം കൂടെ പറഞ്ഞു: ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുക മാത്രമല്ല, എനിക്ക് നിന്നോട് കൃപയും തോന്നിയിട്ടുണ്ട്. എനിക്ക് നിന്നോട് എന്തും തോന്നിയിട്ടുണ്ട്? കൃപയും തോന്നിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നെ മറ്റെല്ലാവർക്കും അറിയാം, ദൈവത്തിന് മാത്രം എന്നെ അറിയാത്ത ഒരവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാ
എല്ലാവർക്കും എന്നെ അറിയാം. ഞാൻ വരുമ്പോഴേ എല്ലാവരും എന്നെ വരവേൽക്കുന്നു. എനിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ചു തരുന്നു. എനിക്ക് ഒരു കുറവുമില്ല. ഞാൻ ചുമച്ച ഇപ്പം എനിക്കിവിടെ വെള്ളം വെക്കും. ഞാൻ അനങ്ങിയാൽ നിന്നാൽ എടുത്താലും എല്ലാം അറിയുന്നവർ എനിക്ക് ചുറ്റുമുണ്ട്. ദൈവം നമ്മളെ അറിയാത്തൊരവസ്ഥ. ദൈവത്തിന് നമ്മളെ അറിയാത്തൊരവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഒരിക്കൽ മത്തായി സുവിശേഷം 7:22 വാക്യത്തിൽ ദൈവം പറയുന്നൊരു പദമുണ്ട്. ആ പദം ഇങ്ങനെയാണ്: കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ ചെയ്യുകയും ചെയ്തില്ലയോ എന്ന് പലരും അന്നാളിൽ എന്നോട് പറയും. അന്ന് എനിക്ക് അവരോട് പറയാൻ ഒരു മറുപടി ഉണ്ട്. ആ മറുപടി ഇതാണ്: ഞാൻ ഒരു നാളും നിങ്ങളെ അച്ഛാ, പ്രവചിക്കുന്നവനെ എല്ലാവർക്കും അറിയാം അച്ഛാ. ഭയങ്കര ഫോളോവേഴ്സ് അച്ഛാ. ഇൻസ്റ്റാഗ്രാമിൽ 20K 30K 1 മില്യൺ ഇങ്ങനെ കിടക്കുക. എല്ലാവർക്കും അറിയാം. പോസ്റ്റർ ഷെയർ ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാർ, വരവേൽപ്പാൻ ഇഷ്ടം പോലെ ആൾക്കാർ, നല്ല ഫെസിലിറ്റീസ് തരാൻ ഇഷ്ടം പോലെ ആൾക്കാർ ഇങ്ങനെ കിടക്കുക. എല്ലാവർക്കും അറിയാം. വീര്യപ്രവർത്തിക്കുന്നവനെ എല്ലാവർക്കും അറിയാം. ഞാനൊരു ദൂത് പറയാം. ഈ ലോകക്കാരറിയാൻ വലിയ പാടൊന്നുമില്ല. ലോകം മുഴുവനും എന്നെ കണ്ടാൽ മനസ്സിലാവുന്ന നിലയിലേക്കൊന്ന് എത്താൻ വലിയ പാടൊന്നുമില്ല, വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷെ ദൈവം എന്നെ അറിയാൻ, ലോകം മുഴുവൻ നടന്ന് പ്രവചിച്ചവർ, ഭൂതത്തെ പുറത്താക്കിയവർ, വീര്യപ്രവർത്തിച്ചവർ അന്നാളിൽ എന്നോട് പറയും. പക്ഷെ എനിക്കൊരു മറുപടി അവരോട് പറയാനുണ്ട്: ഞാൻ നിങ്ങളെ അറിയുന്നില്ല, ഒരു നാളും അറിയുന്നില്ല. പക്ഷെ അപ്പം അതെന്നെ അത്ഭുതപ്പെടുത്തി. ദൈവം സർവജ്ഞനല്ലേ? ദൈവത്തിന് അറിയുന്നില്ലെന്ന് പറയുമ്പോൾ ദൈവം കള്ളം പറയാണോ? ദൈവത്തിന് എന്താ അറിയാൻ വയ്യാത്തോട്ടല്ലേ? ദൈവത്തിന് എല്ലാം അറിയാം. ദൈവത്തിന് അറിയാത്തതായിട്ട് ഒന്നുമില്ല. ദൈവത്തിന് എല്ലാം അറിയാം. പക്ഷെ ഇവിടെ ഈ പദം പറയുന്നു, എന്നെ ഭയപ്പെടുത്തുന്ന വെച്ചാ ഈ വേർഡ് എന്നെ വല്ലാണ്ട് ഭീതിപ്പെടുത്തുന്നു. എനിക്ക് പ്രസംഗിക്കുന്ന എളുപ്പമാണ്. ഞാൻ കുറെ കൂടെ എക്സ്പീരിയൻസ്ഡ് ആയാൽ എന്നെ 10 പേര് വീണ്ടും അറിയും. ഞാൻ കുറെ കൂടെ നന്നായിട്ട് പ്രസംഗിക്കും. എൻ്റെ ഭാഷ കുറച്ചുകൂടെ നല്ലതാവും. ഞാൻ വായിച്ചില്ലെങ്കിൽ എൻ്റെ വായി തോട്ട് വരും. എനിക്കിവിടെ നിൽക്കാനുള്ള ധൈര്യം ഞാൻ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായോണ്ടാ. ആ 5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് എൻ്റെ ധൈര്യം ഇവിടെ നിങ്ങളെ 10 പേരുടെ മുമ്പിൽ നിൽക്കാൻ. ഇത് എളുപ്പാ. ഹല്ലേലൂയ. പക്ഷെ മോശ ഹൃദയം തുറന്ന് ദൈവത്തോട് പറയുന്നു: കർത്താവേ, 40 ലക്ഷം പേര് എന്നെ ഹീറോയായിട്ട് കാണുന്നതല്ല എൻ്റെ ധൈര്യം. ഫറവോനെ വിറപ്പിച്ച ഒരു യോദ്ധാവെന്ന നിലയിലല്ല എൻ്റെ ധൈര്യം. ലോകം മുഴുവൻ എന്നെ വാഴ്ത്തിപ്പാടുന്നത് ഒരു കൂട്ടം ജനത്തെ, ഒരു തലമുറയെ മുഴുവനും അടിമത്തത്തിൽ നിന്നും രക്ഷിച്ച നേതാവാണ് മോശ എന്നത് അറിയുന്നതിലല്ല എൻ്റെ ധൈര്യം. ഇവർക്കൊക്കെ എന്നെ അറിയാമായിരിക്കും, അറിയത്തില്ലായിരിക്കും. പക്ഷെ എൻ്റെ ധൈര്യം അങ്ങക്ക് എന്നെ അടുത്തറിയാം. 40 ലക്ഷം പേർക്ക് എന്നെ അറിയാം. ഞാൻ അവരുടെ ഹീറോയാണ്. ഇടയ്ക്കിടയ്ക്ക് അവർ പിറുപിറുക്കും. പക്ഷെ സക്സസ് കാണുമ്പോൾ എന്നെ വാനോളം ഉയർത്തും. എന്നെ പോലെ ആകാൻ കൊതിക്കുന്ന അടുത്തൊരു തലമുറ നിൽക്കുക. ആരെ പോലെ ആവണം ചോദിച്ചാൽ പറയും, എനിക്ക് മോശ അങ്കിളിനെ പോലെ ആവണമെന്ന് പറയുന്ന ഒരു പറ്റം തലമുറകൾ താഴെ നിൽക്കുക. കാരണം ദൈവം നേരിട്ട് ഇടപെടുന്നത് എന്നോട് മാത്രമേ ഉള്ളൂ. ഞാൻ അവരുടെ പ്രവാചകനാ. ഞാൻ പറഞ്ഞത് ശരിയും തെറ്റും അതുപോലെ വിശ്വസിക്കുന്നവരപ്പുറത്ത് കിടക്കുക. ഞാൻ കള്ളം പറഞ്ഞാലും ഇത് ദൈവം പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ഉൾക്കൊള്ളുന്നവരപ്പുറത്തിരിക്കുക. ഞാൻ ഭയങ്കര ഫാൻസ് ഉള്ള മനുഷ്യനാ. എനിക്ക് ഭയങ്കര ഫെസിലിറ്റി ആച്ചാ.
ഞാൻ നടന്നു വരുമ്പോൾ എന്നെ ഒത്തിരി പേര് ബഹുമാനിക്കും. ഞാൻ എല്ലാ രീതിയിലും വെൽ സെറ്റായിട്ട് പൊക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ വന്നപ്പോൾ മോശയ്ക്ക് പറയാനുള്ള ഒറ്റ വാക്കേ ഉള്ളൂ, കർത്താവേ, അവരെല്ലാവരും എന്നെ അറിയുന്നതിലല്ല എൻ്റെ സന്തോഷം. എൻ്റെ സന്തോഷം അങ്ങക്ക് എന്നെ ഏറ്റവും അടുത്തറിയാം. അറിയാം അറിയാം. ഈ 2026 മറ്റൊന്നും നമ്മുടെ ലൈഫിൽ സംഭവിച്ചില്ലെങ്കിലും ഒരു സ്നേഹിതൻ എന്നതുപോലെ ദൈവത്തോട് അഭിമുഖമായി സംസാരിക്കാൻ പറ്റുന്ന നിലവാരത്തിലേക്ക്, അത്രത്തോളം ആത്മബന്ധത്തിലേക്ക് ദൈവവുമായി അടുക്കാൻ പറ്റണം. അതിന് എന്തു വിലയും കൊടുക്കണം. എത്ര മണിക്കൂറുകൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ഇരിക്കാൻ പറ്റുമോ പ്രാർത്ഥിക്കണം. അതിന് ഉപവാസമാണ് മുമ്പിലുള്ള മാർഗം ചെയ്യണം. എന്തിനാ ചെയ്യുന്നത്? എൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, എൻ്റെ ഭാവി അറിയാൻ വേണ്ടിയല്ല, എൻ്റെ തലമുറയെ കുളിച്ചുറ നന്മ കേൾക്കാൻ വേണ്ടിയല്ല. അടുത്ത 50 കൊല്ലം കഴിയുമ്പോൾ ഞാൻ ഏത് രാജ്യത്താണ്, എൻ്റെ മക്കൾ ഏത് രാജ്യത്താണ്, ഇതൊന്നും കേൾക്കാൻ വേണ്ടിയല്ല. എനിക്ക് എൻ്റെ ദൈവവുമായി അഭിമുഖമായി സംസാരിക്കാൻ ഒരു സ്നേഹിതൻ എന്നതുപോലെ എനിക്ക് എൻ്റെ ദൈവവുമായി അഭിമുഖമായി സംസാരിച്ചിട്ട് എനിക്ക് ഹൃദയം തുറന്ന് ചിറുത് ദൈവത്തോട് ചോദിക്കാനുണ്ട്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ. ബന്ധത്തിലാണ് ദൈവങ്ങളെ കാര്യം. ബന്ധത്തിലെ കാര്യം. ബന്ധം വലിയ കാര്യമാണ്. വെറുതെ ഉണ്ടാവത്തില്ല ഒരു ബന്ധം. ബന്ധം വെറുതെ ഉണ്ടാവത്തില്ല. ബന്ധത്തിന് വില കൊടുക്കണം. ശരിക്കും ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവത്തിന് സത്യത്തിൽ നമ്മളുടെ എന്തായിരിക്കും വേണ്ടുന്നേ നിങ്ങളുടെ അഭിപ്രായത്തിൽ? സ്തോത്ര കാഴ്ച, ദൈവവുമായിട്ട് ബന്ധം പുലർത്താൻ, അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിൽ വരാൻ എന്താ ദൈവത്തിന് വേണ്ടേ? ദൈവത്തിന് എന്നിൽ നിന്ന് വേണ്ട കാര്യം എന്നിലും ഉണ്ട്, ടോമച്ചാൻ്റെ കയ്യിലും ഉണ്ട്, ഷിബിനിച്ചാൻ്റെ കയ്യിലും ഉണ്ട്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ കയ്യിലും ഉണ്ട്. അത് നമ്മളിൽ എല്ലാവർക്കും തുല്യമായിട്ടുള്ളതാണ്. ദൈവത്തിന് നമ്മളിൽ നിന്നും വേണ്ടത് നമ്മുടെ സമയമാണ്. എനിക്ക് 10 മിനിറ്റ് കൂടുതലില്ല, 2 മണിക്കൂർ കൂടുതലില്ല, അച്ഛൻ 2 മണിക്കൂർ കുറവുമില്ല. എനിക്കും നിങ്ങൾക്കും ഒരുപോലെ തുല്യമായിട്ട് ദൈവം വീതിച്ചു തന്നിട്ടുള്ള സമയമാണ്. ആ സമയം എത്രത്തോളം കൂടുതൽ ദൈവത്തിന് ആര് കൊടുക്കുന്നോ അവരോട് ദൈവത്തിന് ആഭാര ബന്ധമായിരിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിവാഹം കഴിക്കുന്ന ആദ്യത്തെ ഒരു 6 മാസം, കല്യാണമൊക്കെ ഫിക്സ് ആയി കഴിഞ്ഞ് ഒരു 6 മാസം അല്ലെങ്കിൽ കല്യാണം വരെ ഉള്ള നമ്മുടെ സമയത്തിൽ നമ്മുടെ പങ്കാളിക്ക് നമ്മൾ എന്താ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് അറിയാമോ? എന്താ നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്? ടൈമാണ് കൊടുക്കുന്നത്, അല്ലേ? ജോലിക്കിടയിൽ ടൈം കണ്ടെത്തുന്നു. 1 മണിക്കൂറത്തെ ജോലിയുടെ ബ്രേക്കിനകത്ത് 10 മിനിറ്റ് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി 3/4 മണിക്കൂർ ടൈം കണ്ടെത്തുന്നു. രാത്രിയിലെ ഉറക്കം നമ്മൾ മാറ്റി വെച്ചിട്ട് ടൈം കണ്ടെത്തുന്നു. സമയ ദൈവവുമായി ബന്ധം പുലർത്താൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, ഈ കൊല്ലം നിങ്ങൾ എൻ്റെ ദൈവത്തിന് സമയം കൊടുക്കുക. ഈ കൊല്ലം നിങ്ങൾ ദൈവത്തിന് സമയം കൊടുക്കും. നിങ്ങൾ നിങ്ങളുടെ ലൈഫിനകത്ത് അത്ഭുതങ്ങളെ കാണും. നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ സമയം കൊടുക്കുക വെച്ചാൽ നമ്മൾ എപ്പോഴും സമയം കൊടുക്കുന്നത് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ സമയം കൊടുക്കുന്നത്. ആശുപത്രി കേസാണെങ്കിൽ കൂടുതൽ സമയം കൊടുക്കും. 10ാം ക്ലാസ്സിൻ്റെ എക്സാം ടൈമിലാണെങ്കിൽ വീണ്ടും നമ്മൾ കൂടുതൽ സമയം കൊടുക്കും. +2 അഡ്മിഷൻ 2 സ്കൂളിൽ നമ്മൾ പ്രതീക്ഷിച്ച സ്കൂളിനകത്ത് പേര് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും കൂടുതൽ സമയം കൊടുക്കും. ഹല്ലേലൂയ. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്നെ കർത്താവ് ഏറ്റവും അടുത്തറിയണമെന്ന്. ദൈവം മറുപടി പറയുകയാണ്, ഞാൻ നിന്നെ എങ്ങനെ അറിയണ്ടേ? നമ്മളുടെ ഒരു ഇമാജിനേഷൻ ഉണ്ട്. കർത്താവെ, അങ്ങ് സർവജ്ഞനാണല്ലോ, അങ്ങ് സർവത്തിൻ്റെയും എല്ലാമാണല്ലോ.
അങ്ങക്കെല്ലാം എന്നെക്കുറിച്ച് എല്ലാം അറിയില്ലേ? അറിയില്ല. പ്രവാചകനെ നോക്കി ദൈവം പറഞ്ഞു എനിക്ക് നിങ്ങൾ അറിയത്തില്ലെന്ന്. ഭൂതത്തെ പുറത്താക്കിയ വില്ലനോട് പറയുന്നു അറിയത്തില്ലെന്ന്. പ്രസംഗവേദിയിൽ എന്തോരം മണിക്കൂർ വെച്ചാ കളഞ്ഞേ. ഭൂതത്തെ പുറത്തൊക്കെ 3-4 മണിക്കൂർ അവൈലബിൾ ആയിരുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആ വേർഡ് മറക്കല്ലേ, എൻ്റെ നാമത്തിൽ, നിന്റെ നാമത്തിൽ. അവൈലബിൾ ആയിരുന്നു. അച്ഛാ, സ്റ്റേജിൽ നമ്മൾ അവൈലബിൾ ആയിരുന്നു, മണിക്കൂറുകൾ നമ്മൾ അവൈലബിൾ ആയിരുന്നു. ദൈവത്തിന് ചോദിക്കാനുള്ളത് നീയും ഞാനും മാത്രമായിട്ട് എനിക്ക് നീ എത്ര സമയം തന്നു? ഈ 2026 പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. ദൈവം നിങ്ങളുടെ മുൻപിൽ കൽപ്പനാരൂപേണയല്ലാതെ, ആരുള്ളപ്പാടുകളല്ലായിട്ടല്ലാതെ, ഹൃദയം തുറന്ന് ഒരു സ്നേഹിതൻ അടുത്തൊരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ ഇറങ്ങി വരണോ? അവന് വേണ്ടി നമ്മൾ സമയം കൊടുക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. രക്തത്താൽ ജയമെടുക്കുന്നു. ബന്ധം വലിയ കാര്യമാണ്. വെറുതെ ബന്ധം ഉണ്ടാവത്തില്ല. ബന്ധത്തിന് വിള്ളൽ വന്നാൽ കാണാൻ പറ്റുമല്ലേ അച്ഛാ? എന്നും വിളിച്ചുകൊണ്ടിരുന്ന കൂട്ടുകാരൻ ഒരാഴ്ച വിളിച്ചില്ലെങ്കിൽ സംതിങ് റോങ്, എന്തോ പ്രശ്നം ഉണ്ടായി. വീട്ടിനകത്ത് ഒരുമിച്ചായിരിക്കുന്ന ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിൽ ബന്ധത്തിന് വിള്ളൽ വന്നാൽ കാണാൻ പറ്റുമോ അച്ഛാ? അറിയാൻ പറ്റും, കാണാൻ പറ്റും. ഈഗോ വർക്കൗട്ടാവും. പിന്നെ അറിയാലോ, ഇങ്ങനെ വരും. ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഒരുപോലെ നന്നായിട്ട് ജോലി ചെയ്യുന്നവർക്കിടയിൽ തന്നെ ക്ലാഷ് ഉണ്ടായാൽ, കളിക്കുന്നവർക്കിടയിൽ ഒരുമിച്ച് ക്ലാഷ് ഉണ്ടായാൽ, ആ ഒരു കെമിസ്ട്രി ഇല്ലേ, ഇതെല്ലാം അങ്ങ് പോവും. രണ്ടുപേർ ചേർന്ന് ചെയ്യേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളും എന്ത് ചെയ്യും? ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ബന്ധത്തിന് വലിയ കാര്യമുണ്ട്, ഭയങ്കര കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ നമ്മുടെ പ്രശ്നം, ദൈവം ഏദനിൽ ഇറങ്ങി വന്ന് പ്രതികരിച്ചതുപോലെയൊക്കെ ആയിരുന്നു ദൈവം ഇപ്പോഴും. ദൈവം നമ്മുടെ മുമ്പിൽ കാണിക്കുന്ന നിലയിലൊക്കെ പ്രതികരിക്കുമായിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലായേനെ ദൈവത്തിൻ്റെ റിയാക്ഷൻ എങ്ങനെയായിരുന്നെന്ന്. നമുക്ക് മനസ്സിലായേനെ. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൈമാറാൻ ആഗ്രഹിക്കുന്ന വാക്കിതാണ്: ബന്ധം വിട്ടിട്ടുണ്ടെങ്കിൽ ആ ബന്ധത്തെ എന്തു വില കൊടുത്തും തിരിച്ചു പിടിക്കണം. തിരിച്ചു പിടിച്ചിട്ട് അതിനകത്ത് ഭയങ്കര ആഴവ, പ്രിയരെ, ഭയങ്കര ആഴവ. ദൈവത്തോട് ഹൃദയം തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു ബന്ധത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ കഴിയുന്നത് അത് ഭയങ്കര ആഴമുള്ള ബന്ധമാണ്. ഹല്ലേലൂയ. കുറച്ചുകൂടെ മുമ്പോട്ട് പോകട്ടെ. അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ മോശ ദൈവത്തോട് പറയുകയാണ്. ആ സംഭാഷണം തീരുന്നില്ല. 13-ാമത്തെ വാക്യം, ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ. എൻ്റെ പൊന്നോ, ദൈവത്തോട് നേരിട്ട് ചോദിക്കും, നിന്റെ വഴി എന്നെ ഒന്ന് അറിയിക്കണം. മോശ ദൈവത്തോട് ചോദിക്കുന്ന ഫസ്റ്റ് ചോദ്യമാ. ആദ്യം പറഞ്ഞത് അങ്ങ് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങ് എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നെന്ന്. അതുകൊണ്ടാണല്ലോ അങ്ങേക്ക് എന്നോട് കൃപ തോന്നിയത്, അല്ലെങ്കിൽ അങ്ങേക്ക് എന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ള ചോദ്യം, ആകയാൽ എന്നോട് കൃപ ഉണ്ടെങ്കിൽ, ആ വാക്ക് കണ്ടോ, ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ ഒന്ന് അറിയിക്കണേ. ഈ മോശ കിട്ടിയ അവസരം നമ്മുടെ ഭാഷയിൽ പറഞ്ഞ മൊത്തലാക്കുക അല്ലേ? ദൈവത്തെ അടുത്ത് കിട്ടിയപ്പം മോശയ്ക്ക് ചോദിക്കാനൊക്കെ ഉള്ള വാക്കുകൾ ഇതാണ്: നിന്റെ വഴി എന്നെ അറിയിക്കണമേ. അടുത്ത വാക്കോടെ ചെയ്തോണം, നിനക്ക് എന്നോട് കൃപയുണ്ടാകാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. കർത്താവിനോട് മോശ പറയാ, എനിക്ക് നിന്റെ വഴി എനിക്കറിയണം. അപ്പോൾ തന്നെ എനിക്ക് നിന്നെയും അറിയണം. എനിക്കത് പറയാൻ സമയമില്ല. അതിന് ദൈവം കൊടുക്കുന്ന മറുപടിയാണ്: എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും.
വഴി അറിയാൻ ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം തിരിച്ച് മറുപടി പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത തരും. ഇതിൽ പരം വാക്കുകളുണ്ടോ? എൻ്റെ പൊന്ന അങ്കിളുമാരെ, അച്ചായന്മാരെ, ആൻറ്റിമാരെ, ദൈവം നമ്മളെ അറിഞ്ഞാൽ ദൈവം നമുക്ക് തരുന്ന പ്രോമിസാണ്, എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ പോരും, എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ പോരും, എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ പോരും. അടുത്ത പദം, ഞാൻ നിനക്ക് സ്വസ്ഥത തരും. എൻ്റെ സമാധാനത്തെ കെടുത്താൻ, എന്നെ ഭയപ്പെടുത്താൻ, എന്നെ ടെൻഷൻ അടിപ്പിക്കാൻ, എന്നെ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് ആക്കാൻ, എന്നിൽ അവിശ്വാസം ഉണ്ടാക്കാൻ ഒന്നിനാലും പറ്റത്തില്ല. കാരണം ദൈവം തരുന്ന സ്വസ്ഥത അത് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നിൽ അസമാധാനമില്ല, എന്നിൽ ഭയമില്ല, എന്നിൽ ടെൻഷനില്ല, നാളെക്കുറിച്ചുള്ള ഭീതിയില്ല, എനിക്ക് ആവലാതിയില്ല, എനിക്ക് വേവലാതിയില്ല. നാളെ കഷ്ടതയാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും എനിക്കത് പ്രശ്നമല്ല. എനിക്ക് സ്വസ്ഥത തരാം എന്ന് വാക്കു പറഞ്ഞവൻ എൻ്റെ കൂടെ ഉള്ളപ്പോൾ നാളത്തെ പ്രൊവിഷൻ എൻ്റെ വിഷയമല്ല. നാളത്തെ പ്രൊവിഷൻ എൻ്റെ വിഷയമല്ല. എന്റെ പ്രൊട്ടക്ഷൻ എനിക്ക് വിഷയമാണോ? സാന്നിധ്യം എനിക്ക് ചുറ്റും നിൽക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മുകളിൽ കയറി എന്നെ അറ്റാക്ക് ചെയ്യാൻ ധൈര്യമുള്ള ഏതെങ്കിലും ശക്തി ഇന്നുണ്ടോ? നമ്മുടെ ബോധ്യ. ഹല്ലേലൂയ. ദൈവത്തെ നമുക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണം. 2026 നമുക്ക് നമ്മുടെ ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്, അനുഭവിക്കേണ്ടത് അവൻ്റെ സാന്നിധ്യം നിരന്തരം കൂടെ പോരുന്നത് പോലെ, സ്വസ്ഥത ദൈവം ആക്കി വെച്ചതുപോലെ, ഒരു ലെവലേശം അസ്വസ്ഥതകളില്ലാതെ, ടെൻഷൻ ഇല്ലാതെ. വാക്കുകളിൽ എനിക്ക് ടെൻഷൻ ഇല്ല, എനിക്ക് സമ്മർദ്ദം എന്നെ ഭയപ്പെടുത്തത്തില്ല, ഡിപ്രഷൻ എന്നെ ബാധിക്കത്തില്ല. ഭയങ്കര കോൺഫിഡൻറ്റോടെ എനിക്ക് നാളുകളിൽ നിൽക്കാൻ കഴിയുന്നത്, എൻ്റെ ഓരോ സാഹചര്യത്തിലും വിവേകത്തോടെയും ജ്ഞാനത്തോടെയും പരിജ്ഞാനത്തോടെയും കൈകാര്യം ചെയ്യാൻ കഴിയുന്നത് എനിക്ക് സ്വസ്ഥത ആക്കി വെച്ച ദൈവത്തിൻ്റെ ആശ്രയമാണ്. ഹല്ലേലൂയ. ആ മനുഷ്യന്റെ ദേഷ്യം ഭയങ്കര കൺട്രോൾഡ് ആയിരിക്കും. ഇമോഷനെ അദ്ദേഹത്തെ ബാധിക്കത്തില്ല, ടെൻഷൻ അദ്ദേഹത്തെ ബാധിക്കത്തില്ല. കാരണം സ്വസ്ഥത ആക്കി വെച്ചത് കർത്താവ്. ഹല്ലേലൂയ. ഭയങ്കര സമാധാനമായിരിക്കും ആ മനുഷ്യന് ചുറ്റും. ഹല്ലേലൂയ. ഭയങ്കര സമാധാനമായിരിക്കും. ഒരു മനുഷ്യനോട് സംസാരിച്ചാൽ ഭയങ്കര സമാധാനം ഫീൽ ചെയ്യും. ആ മനുഷ്യന് മനസ്സ് തകർന്ന് തരിപ്പണമായിട്ട് ഒരു വ്യക്തി ഈ മനുഷ്യനോട് മുമ്പിൽ വരുമ്പോൾ ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രൊട്ടക്ഷൻ നിൽക്കുന്ന സ്വസ്ഥതയാക്കി വെച്ച മനുഷ്യൻ്റെ വായിൽ നിന്ന് വരുന്നത് അസമാധാനമല്ല, ടെൻഷൻ അടിപ്പിക്കുന്ന വാക്കുകളല്ല. തകർന്ന് നിരാശയായി വരുന്നവനോട് ചേർത്ത് പിടിച്ചൊരു 10 മിനിറ്റ് സംസാരിച്ച് കഴിയുമ്പോൾ അവൻ ഈ സമാധാനം ഫീൽ ചെയ്യും, ഈ സാന്നിധ്യം ഫീൽ ചെയ്യും. അങ്ങനെ ഒരു നിലവാരത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഈ 2026 നമ്മുടെ സമസ്ത മേഖലകളെയും അങ്ങനെ ദൈവമാക്കി മാറ്റട്ടെ പ്രിയരെ. എത്ര പേര് കൊതിക്കുന്നുണ്ട് അങ്ങനെ ഒരു അവസ്ഥ, അങ്ങനെ ഒരു സാഹചര്യം? ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബാന്തരീക്ഷം എന്നെ രസം വച്ച, ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സഭയുടെ അന്തരീക്ഷം, കൂട്ടായ്മ ബന്ധം എന്നെ ഭംഗിയെ, എന്നെ രസമോ കാണാൻ, എന്നെ ചന്തവാ. ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികൾ തമ്മിലുള്ള സൗഹൃദ ബന്ധം എന്നെ മനോഹരമാണെന്നറിയോ? ആ മനുഷ്യന്റെ കൂടെ നടക്കുന്നവരുടെ ഒരു എന്താ പറയുക, പ്രൊട്ടക്ഷൻ. ഇതിങ്ങനെ നമുക്ക് ഈ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനെ കുറിച്ചൊന്നും വലിയ ധാരണയില്ലാത്തതുകൊണ്ടാണ്. ഹല്ലേലൂയ. മനുഷ്യൻ കാണുന്നത് പോലെയല്ല അവൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവൻ്റെ ഒരവസ്ഥ. ഹല്ലേലൂയ. എൻ്റെ സമയം അവസാനിച്ചു പ്രിയരെ. ഞാൻ വാക്കുകൾക്ക് വിരാമം ഇടുകയാണ്. ഇന്ന് രാത്രി ഞാൻ 1-2 പോയിന്റേ പറഞ്ഞുള്ളൂ. ആദ്യം ഇതിനകത്ത് മതി. പ്രൈസ് ദ ലോർഡ്. ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് പദങ്ങൾ ആവർത്തിക്കുന്നു പ്രിയരെ. എൻ്റെ ആവശ്യം എന്നെ നന്നായി അറിയുന്നവൻ. മനുഷ്യൻ്റെ സർട്ടിഫിക്കറ്റ് അല്ല എനിക്കിവിടെ ആവശ്യം.
മനുഷ്യൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്കിവിടെ ആവശ്യമല്ല. എനിക്ക് ദൈവം തരുന്ന സർട്ടിഫിക്കറ്റാണ്. ദൈവം തരുന്ന സർട്ടിഫിക്കറ്റാണ്. ദൈവത്തിന് എന്നോട് കൃപ തോന്നുന്നത് എന്നെ അറിഞ്ഞതിന് ശേഷമാണ്. ആ കൃപയിൽ എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് ഓരോ പ്രാവശ്യം കൃപയെ ഓർക്കുമ്പോഴും നിഗളമല്ല എനിക്ക് തോന്നുന്നത്. ഓരോ പ്രാവശ്യം കൃപയെ ഓർക്കുമ്പോഴും അഹങ്കാരമല്ല എനിക്ക് തോന്നുന്നത്. പോയി മുട്ടുമടക്കിയിട്ട് ദൈവത്തോട് പറയുക, ഈ കൃപയ്ക്ക് ഞാൻ യോഗ്യനല്ല. ഇതിന് കാരണം എന്നെ അങ്ങ് ഏറ്റവും അടുത്ത് അറിഞ്ഞത് കൊണ്ടാണ്. ഒരു മനുഷ്യർക്ക് എന്നോട് കൃപ തോന്നാതിരുന്നപ്പോ ഇതിന് ഞാൻ അർഹനല്ല കർത്താവേ. ഇവിടെയും ഞാൻ അഭിമാനിക്കുന്നത് അങ്ങനെ അടുത്തറിഞ്ഞത് കൊണ്ട് അങ്ങയ്ക്ക് മാത്രം എന്നോട് തോന്നുന്ന ദയ. യേശുവിന്റെ നാമത്തിൽ എന്നെ അഹങ്കരിക്കാനാ കൃപയിൽ ഒരഹങ്കാരവുമില്ല. കൃപയിൽ അഹങ്കരിച്ചവരുടെ ലിസ്റ്റ് നമ്മൾ മുമ്പ് വായിച്ചായിരുന്നു. ലോകം പ്രസിദ്ധരായിരുന്നു കൃപയിൽ അഹങ്കരിച്ചവരുടെയാ. ഹല്ലേലൂയ. ദൈവം കൊടുത്ത ഗ്രേസിനകത്ത് അഹങ്കരിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ അവനെ ഒരു കാലത്ത് അറിഞ്ഞായിരുന്നു. ഞാൻ അവനെ അറിഞ്ഞുകൊടുത്ത എൻ്റെ കൃപയെ അവൻ ഇന്ന് ഉപയോഗിക്കുന്നത് അവൻ്റെ പേരിന് വേണ്ടി, അവൻ്റെ പ്രശസ്തിക്ക് വേണ്ടി. അവൻ ഇന്ന് ഫോളോവേഴ്സിനെ ഇങ്ങനെ എണ്ണം പറഞ്ഞ് കൂട്ടുന്നതിന് പിമ്പിലെ അവൻ്റെ ഒരൊറ്റ എയിമേ ഉള്ളൂ. ഓരോ വർഷം തീരുന്തോറും അവൻ്റെ സ്കെയിൽ ഇങ്ങനെ പൊക്കി 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 കൊണ്ടുപോകുകയാ. ഹല്ലേലൂയ. ഞാൻ കൊടുത്ത കൃപയിൽ അഹങ്കാരമാണ് ഉള്ളത്. ഞാൻ കൊടുത്ത കൃപയ്ക്കകത്ത് നിഗളമാണ് ഉള്ളത്. പക്ഷെ മോശയ്ക്ക് പറയാനുള്ളത്, മുട്ടുമടക്കിട്ട് പറയാനുള്ളത് ഒറ്റ പദമേ ഉള്ളൂ, ഈ കൃപയ്ക്ക് എനിക്ക് അഹങ്കാരമില്ല കർത്താവേ. ഈ കൃപയിൽ എനിക്ക് നിഗളമില്ല കർത്താവേ. എനിക്ക് അങ്ങയോട് പാതാന്തിക ഇരുന്ന് പ്രാപിക്കാൻ പറയാനുമുള്ളത് ഈ കൃപയ്ക്കൊക്കെ ഒറ്റ കാരണമേ ഉള്ളൂ, അങ്ങനെ ഏറ്റവും അടുത്ത് അറിഞ്ഞു. അങ്ങനെ ഏറ്റവും അടുത്ത് അറിഞ്ഞത് കൊണ്ട് മാത്രം ദയ തോന്നി തന്നതാ. അതിങ്ങനെ കാലേ പിടിച്ചിങ്ങനെ പറയുക, നിരന്തരം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് നമ്മൾ എന്നും പറയണം. ഇത് ബന്ധവാ. ഇത് ദൈവസന്നിധിയിൽ കയറിയിരുന്നിട്ട് പറയണം, കർത്താവേ അങ്ങനെ അറിഞ്ഞ് തന്ന കൃപയ്ക്ക് നന്ദി കർത്താവേ. ആവർത്തിച്ച് പ്രാർത്ഥിച്ചോണം ദൈവസന്നിധിയിൽ. ഉപവസിക്കാൻ പറ്റുമോ ഉപവസിക്കണം, കരയാൻ പറ്റുമോ കരയണം. എത്രത്തോളം സമയം എൻ്റെ ദൈവത്തിന് ബന്ധത്തിനു വേണ്ടി വില കൊടുക്കാൻ കഴിയുമോ അത്രത്തോളം ബന്ധത്തിന് വില കൊടുത്താൽ നിന്റെ ചോദ്യങ്ങളുടെ അടുത്ത മറുപടി നിനക്ക് ചോദിക്കാനുള്ള നിന്റെ നാളെ കുറിച്ചല്ലേ, നിന്റെ ഭാവിയെ കുറിച്ചല്ലേ, നിങ്ങളുടെ മക്കളുടെ ആവശ്യങ്ങളെ കുറിച്ചല്ലേ, നാളുകളിൽ നിന്റെ കുടുംബം എങ്ങനെയായി തീരുമെന്നതല്ലേ. നീ ദൈവത്തോട് ചോദിക്കുക, കർത്താവേ നിന്റെ വഴി എന്നെ ഒന്ന് അറിയിക്കണമേ എന്ന് ചോദിക്കുമ്പോൾ ദൈവം നിനക്ക് തരുന്ന മറുപടിയാണ്, എന്റെ സാന്നിധ്യമാണ് നിന്റെ നാളുകൾ, എന്റെ സ്വസ്ഥതയാണ് നിന്റെ നാളുകൾ. എന്റെ സ്വസ്ഥതയോളം വലുതല്ല നിന്റെ നാളുകൾ. ഞാൻ എന്റെ സ്വസ്ഥത നിന്റെ നാളുകളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. നിന്റെ മക്കളുടെ കാര്യത്തിൽ നീ അസ്വസ്ഥപ്പെടത്തില്ല. നിന്റെ ഭാവിയുടെ കാര്യത്തിൽ നീ അസ്വസ്ഥപ്പെടത്തില്ല. നിന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ നീ അസ്വസ്ഥപ്പെടത്തില്ല. കാരണം നിനക്ക് സ്വസ്ഥത ആക്കി വെച്ചത് ഞാന്. ആ പദം അധികം പറഞ്ഞത്, ഞാൻ നിനക്ക് സ്വസ്ഥത തരും. ഒരു ദിവസമല്ല, എൻ്റെ കണ്ണടയും വരെ ഞാൻ അസ്വസ്ഥപ്പെടാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നാളുകളിൽ ഏതൊക്കെ സാഹചര്യം വന്നോട്ടെ, ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എനിക്ക് ആവശ്യങ്ങളുണ്ട്, എന്നിൽ ഉത്തരവാദിത്വങ്ങളുണ്ട്. ഞാൻ അതത് സമയത്ത് കൃത്യതയോടെ എൻ്റെ ജോലികൾ കൃത്യതയോടെ നിറവേറ്റേണ്ടുന്നവനാ. എന്നെ ഈ ഭൂമിയിൽ ആക്കി വെച്ചിട്ടുള്ള എല്ലാ പദവിയിലും ഞാൻ നിൽക്കേണ്ടുന്നവനാ. ഞാനൊരപ്പനാണ്, ഞാനൊരു മകനാണ്, ഞാനൊരു ഭർത്താവാണ്. എൻ്റെ എല്ലാ റോളും ദൈവത്തിന് ഞാൻ വിശ്വസ്തത നിൽക്കേണ്ടത് കൊണ്ട് മറുപടികൾ എൻ്റെ വായിൽ നിന്ന് പറയണം. ചില കാര്യങ്ങൾ ഞാൻ എൻ്റെ കൈകൾ കൊണ്ട് ചെയ്യണം. ഞാൻ അപ്രാപ്തനാ കർത്താവേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറയും, ഞാൻ നിനക്ക് സ്വസ്ഥത തരും. നീ അസ്വസ്ഥപ്പെടാൻ ഞാൻ അനുവദിക്കത്തില്ല. ദൈവം സ്വസ്ഥത തരുമെങ്കിൽ അസ്വസ്ഥപ്പെടാൻ അനുവദിക്കുവോ? ടെൻഷൻ അടിക്കാൻ കർത്താവ് അനുവദിക്കുവോ? ഇല്ല, ഒരിക്കലും ദൈവം അനുവദിക്കത്തില്ല. ഈ രാത്രിയിൽ നമുക്കൊരു എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് നിങ്ങൾക്ക് സ്വസ്ഥത തരുന്നേ. ബന്ധത്തിലാണ് കിട്ടുന്നേ, ബന്ധത്തിൽ നിന്നാണ് കിട്ടുന്നേ.
എന്താ ചെയ്യണ്ടേ? ദൈവത്തിന് സ്വസ്ഥത കിട്ടാൻ എന്താ ചെയ്യണ്ടേ? ദൈവം പാർഷ്വാലിറ്റി നോക്കുവോ? ഇല്ല. ദാവീദ് പറഞ്ഞതുപോലെ ദൈവസന്നിധിയിൽ തുറന്ന മനസ്സോടെ പറ, കർത്താവ് ഇതാണ് എൻ്റെ ഹൃദയം തരുന്നു. അങ്ങനെ ശോധന ചെയ്ത് അങ്ങറി, അങ്ങനെ പരീക്ഷിച്ചറി കർത്താവേ. ദൈവത്തിന് നിന്റെ ഹൃദയം അറിയാൻ അവസരം കൊടുക്കുക. ദൈവം അറിയും. അറിഞ്ഞിട്ട് നീ തന്നെ മറുപടി ദൈവത്തോട് പറയും, അങ്ങനെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. എൻ്റെ ഇരിപ്പും കിടപ്പും അങ്ങയ്ക്കറിയാം, എൻ്റെ അന്തരംഗം അങ്ങയ്ക്കറിയാം. അങ്ങയ്ക്ക് എന്നെ മനസ്സിലാവും. ദൈവം മറുപടി പറയും, ഞാൻ നിന്നെ ഏറ്റവും അടുത്തറിഞ്ഞിരിക്കുന്നു. ഏറ്റവും അടുത്തറിഞ്ഞ ദൈവത്തോട് നമുക്ക് എല്ലാവർക്കും ചോദിക്കാനുള്ള ഒറ്റ പറയുള്ളൂ, കർത്താവേ, എൻ്റെ മക്കൾ, എൻ്റെ ഭാവി, എൻ്റെ മാതാപിതാക്കൾ, ഞാൻ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ, ഇന്നത്തെ ദിവസത്തിൽ എൻ്റെ കഴിഞ്ഞുപോയി കർത്താവേ. ഞാൻ ഈ ഭൂമിയിൽ മനുഷ്യനായിരിക്കുന്നിടത്തോളം കാലം എനിക്ക് നാളെക്കുറിച്ച് ടെൻഷനുണ്ട്. നിന്റെ വഴി എന്നെ അറിയിക്കാവോ? അവിടെ ദൈവം മാറ്റിവെക്കാതെ മറുപടി പറഞ്ഞു, എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത തരും. ഈ രാത്രി ഇരു കാര്യങ്ങളും ദൈവസന്നിധിയിൽ ഉയർത്തിപ്പിടിച്ചിട്ട് ദൈവ സാന്നിധ്യത്തെ കൊതിച്ചാട്ട് പ്രിയരെ. എത്രത്തോളം സമയം ദൈവസന്നിധിയിൽ നിൽക്കാൻ പറ്റുമോ അത്രത്തോളം സമയം ദൈവസന്നിധിയിൽ ബന്ധത്തിന് വേണ്ടി നിൽക്കാൻ. പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങളുടെ നടുവിൽ ദൈവ സാന്നിധ്യമുണ്ട്. ആ ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കണം. ദൈവത്തോട് ഹൃദയം തുറന്ന് സംസാരിക്കണം. ഒരു സ്നേഹിതൻ എന്നതുപോലെ തന്നെ കർത്താവ് ഇന്ന് രാത്രി നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട്. കൽപ്പനയുടെ ഔദ്യോഗിക പദവികളില്ലാതെ, അരുളപ്പാട് എന്ന നിലവാരത്തിലല്ലാതെ ഹൃദയം തുറന്ന് സംസാരിക്കാൻ, ഒരു സ്നേഹിതനോടെന്നതുപോലെ സംസാരിക്കാൻ എൻ്റെ കർത്താവ് ഇന്ന് ഈ വൈകവേള നിങ്ങളുടെ അടുത്തുണ്ട്. നിന്റെ കരത്തിന് പിടിച്ച് നിന്റെ കർത്താവ് സംസാരിക്കുന്നു. നീ പറ. നിന്റെ സങ്കടങ്ങൾ ദൈവത്തോട് പറ. നിന്റെ ഇല്ലായ്മകൾ നീ ദൈവത്തോട് പറ. നിന്റെ ആവശ്യങ്ങൾ നീ ദൈവത്തോട് പറ. വളരെ ശക്തമായ സന്ദേശം ഇന്ന് രാത്രിയിൽ നമ്മൾ കർത്താവിൻ്റെ ദാസനിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊരു പ്രവചന ശബ്ദമായിട്ടാണ് ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെട്ടത്. കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവിൻ്റെ തേജസ്, കർത്താവ് നമ്മളെ അറിയുന്ന അറിവ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവദാസൻ സ്വതവേ സംസാരിച്ചതല്ല, പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിയോഗത്തിൽ ഇന്ന് രാത്രി നമ്മോട് സംസാരിച്ചതാണ്. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ ദാസനെ കർത്താവ് നമ്മുടെ ഇടയിൽ ഇന്ന് രാത്രി അയച്ചു. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മൾ ചുമ്മാതെ കൈ പൊക്കരുത്. പക്ഷേ ആ സാന്നിധ്യം എനിക്കൊന്നറിയണം. എനിക്ക് എൻ്റെ കർത്താവിനെ ഒന്ന് അറിയണം. ഹല്ലേലൂയ. ഞാൻ കർത്താവ് അറിയുന്നൊരു വ്യക്തിയാകണം. ഞാൻ കർത്താവ് അറിയുന്ന ഒരു വ്യക്തിയായിട്ട് മാറണം. എനിക്ക് കർത്താവിനെ, അപ്പച്ചനെ ഒന്ന് അറിയണം. ഇന്ന് രാത്രി ഈ സന്ദേശം പരിശുദ്ധാത്മാവ് എന്നോടാ സംസാരിച്ചത്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് അങ്ങയുടെ സാന്നിധ്യം അറിയണം. എനിക്ക് എൻ്റെ യേശുവിനെ ഒത്തിരി അറിയണം. അതിനുവേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനിനിയും ഞങ്ങൾ വന്ന് കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വിശ്വാസത്തിലുള്ള കൈവപ്പ് കൊണ്ട് ദൈവാത്മാവിൻ്റെ നിയോഗങ്ങളും ദൈവശക്തിയും അനുഭവിക്കാൻ വേണ്ടി മാത്രം. ഏത് വലിയ വിഷയമാകട്ടെ, ആ സാന്നിധ്യം വെളിപ്പെട്ട സകല കെട്ടുമഴിയും സകല പോരുകളും തകരും. ഇന്ന് രാത്രിയിൽ എന്നോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചത്, എന്നോട് ഇടപെടുകയായിരുന്നു. എനിക്ക് ആ സാന്നിധ്യം ഒന്ന് അറിയണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ളവർ മാത്രം, ബാക്കിയുള്ളവരാരും ഞാൻ പറയുന്നുള്ള പാപികളൊന്നുമല്ല, പക്ഷെ അങ്ങനെയുള്ളവർ മാത്രം കരങ്ങൾ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളവർ മാത്രം കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ട്, അങ്ങനെയുള്ളവർ മാത്രം. ഇപ്പം കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ടോം മുമ്പോട്ട് കടന്നു വരും. അദ്ദേഹം ആരാധനയ്ക്ക് ഇങ്ങനെ നേതൃത്വം നൽകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷിക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ ജാക്സന്
നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിട്ട് നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അവിടെ നിൽക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അദ്ദേഹത്തിൻ്റെ കാര്യത്തിന് ഒരു കരുത്തുമില്ല, എൻ്റെ കൈക്ക് കരുത്തില്ല. പക്ഷേ അറിയുന്ന തമ്പുരാൻ്റെ കരം ഇന്ന് രാത്രി ഈ ഹോളിനകത്ത് വ്യാപരിക്കപ്പെടാൻ എന്നോടാ പരിശുദ്ധാത്മാവ് സംസാരിച്ചെന്ന് ഉറപ്പുള്ളവർ ആ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളവർ മാത്രം കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാൽ മതി. ബാക്കിയുള്ളവരെ കരം താഴ്ത്തിയിട്ട് പ്രാർത്ഥിച്ചോ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെയും കർത്താവ് തൊടും. ഇന്ന് രാത്രി ഈ യോഗം അനുഗ്രഹമാകുക. ഈ ഏറ്റവും അസാധാരണമായ സമയങ്ങളിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് തൊട്ടത് കൊണ്ട് ആ കരം ഉയർത്തിയത്. ഒരുമിച്ചൊന്ന് പാടാം. ആ കരങ്ങൾ ഉയർന്നിരിക്കണം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവിൻ്റെ ദാസൻ നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിയോഗം അനുഭവിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ പ്രിയ ടോം വർഷിപ്പ് ലീഡ് ചെയ്യും. അദ്ദേഹവും ഞങ്ങൾക്ക് ഒരുമിച്ച് ശുശ്രൂഷിക്കുക. ഹല്ലേലൂയ. പോലെ എന്നെ നിത്യം നാട തീടണമേ നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നാട തീടണമേ എൻ്റെ ഗീതം പോലെയല്ലേ എൻ പിതാവേ എൻ യഹോവേ എൻ്റെ ഗീതം പോലെ എൻ പിതാവേ എൻ യഹോവേ നിന്റെ ഗീതം പോലെ. ഒരു പ്രാർത്ഥനയായി ഇന്ന് പകലിൽ ഇന്ന് രാത്രിയിൽ ആ ദൈവ ശബ്ദത്തിന്റെ മുമ്പിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചപ്പാ. എൻ്റെ വഴികളിൽ എൻ്റെ പാതകളിൽ നിന്റെ ഗീതം പോലെ കർത്താവിന്റെ ഹിതത്തിനനുസരിച്ച് അവന്റെ സാന്നിധ്യം എൻ്റെ കൂടെ വരുന്നൊരു പാതയായി ഏതു ഗുണമെന്നറിവാ ഇല്ല ജ്ഞാനം എന്നിൽ നാഥ ഏതു ഗുണമെന്നറിവാ ഇല്ല ജ്ഞാനം എന്നിൽ നാഥ നിൻ തിരുനാമം നിമിത്തം നീതിമാർഗ്ഗത്തിൽ തിരിച്ചു നിൻ തിരുനാമം നിമിത്തം നീതിമാർഗ്ഗത്തിൽ തിരിച്ചു. നിന്റെ ഹിതം നിന്റെ പോലെ കർത്താവേ അങ്ങയുടെ വഴി ഞങ്ങളെ ഒന്ന് ഉപദേശിക്കണമേ അപ്പ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ പോരുന്ന പോലെ ഓ നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നാട തീടണമേ എൻ്റെ ഗീതം പോലെയല്ലേ എൻ പിതാവേ ഓ എൻ്റെ ഗീതം പോലെയല്ലേ എൻ പിതാവേ യഹോവേ നിന്റെ പോലെ നിത്യം നാട തീടണമേ ഇമ്പമുള്ള ജീവിതവും ഏറെ ധാന മാനങ്ങളും ഇമ്പമുള്ള ജീവിതവും
തുമ്പമാറ്റ സൗഖ്യങ്ങളും ചോദിക്കുന്നില്ലേയാടിയ തുമ്പമാറ്റ സൗഖ്യങ്ങളും. കർത്താവേ, ഞങ്ങൾ അതൊന്നും ചോദിക്കുന്നില്ല. അങ്ങയുടെ ഹിതം, അങ്ങയുടെ സാന്നിധ്യം, ഓ നിന്റെ ഹിതം പോലെ, യെസ്, ഓ നിത്യം നടത്തിയിടണമേ. നിന്റെ ഹിതം പോലെ ജീസസ്. നിത്യം താങ്ക് യു മാസ്റ്റർ. എല്ലാവർക്കും ഒരു നിമിഷം കൂടെ ദൈവസന്നിധിയിലിരിക്കാം, പ്രാർത്ഥിച്ച് നമ്മുടെ ഈ രാത്രി മീറ്റിംഗ് അവസാനിക്കാനായിട്ട് പോവുകയാണ്. ഈ രാത്രി നമ്മൾ കടന്നു വന്നത് നമുക്ക് അനുഗ്രഹമായി എന്നുറപ്പുള്ളവർ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് സ്തോത്രം ചെയ്യാം. കർത്താവിനും മഹത്വം. എന്നോടും പരിശുദ്ധാത്മാവ് ഇടപെടുകയായിരുന്നു. ഇപ്പം തുടക്കത്തിൽ കർത്താവിൻ്റെ ദാസൻ പ്രിയ ടോം വർഷിപ്പ് ലീഡ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ ദൈവത്തെ അറിയുന്നതിനെക്കുറിച്ച്, നമ്മെ കർത്താവ് അറിഞ്ഞു എന്നുള്ള പ്രവചന ശബ്ദം പറഞ്ഞാണ് തുടങ്ങിയത്. അത് തന്നെയായിരുന്നു സന്ദേശം. സത്യം പറഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ കണ്ണ് നിറഞ്ഞാണ് ഞാൻ ഈ വചനം കേട്ടത്. അതിൻ്റെ കാരണം ഞാൻ പറയാം. ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ കൊട്ടാരക്കര മേഖലാ കൺവെൻഷനുണ്ട്, പല മീറ്റിങ്ങുകളിലും ദൈവജനം സംസാരിക്കണം. അപ്പം കർത്താവ് നൽകിയില്ല, സന്ദേശം നൽകിയില്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എങ്ങനെ ദൈവസന്നിധിയിൽ ഇരുന്നിട്ടും എനിക്ക് കിട്ടിയ വാക്യം ഇതാണ്: നിൻ്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ അയക്കല്ലേ. ഈ വാക്യമാണ്. അപ്പം ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം അക്സയോട് പറഞ്ഞു, എനിക്ക് ഈ വചനമാണ് കിട്ടിയത്, പക്ഷേ ഈ ദൂത് അങ്ങോട്ട് വെളിപ്പെട്ട് വരുന്നില്ല. പക്ഷേ ഇന്ന് കർത്താവിൻ്റെ ദാസൻ അതേ വേദഭാഗം എടുത്തുകൊണ്ട് സംസാരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ മൈൻഡിനെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വിടുകയായിരുന്നു. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യം ഗോഡ്സ് പ്രസൻസാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. നമുക്ക് കേട്ട വചനത്തിനായിട്ടൊന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം. കർത്താവിൻ്റെ ദാസനെ വീണ്ടും അഭിഷേകത്തോടെ ഉപയോഗിക്കട്ടെ. പിന്നെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഒരു രക്ഷയില്ലാഞ്ഞിട്ട്, ഒരു മാർഗവും ഇല്ലാഞ്ഞിട്ട് ഇതിനകത്ത് ഇറങ്ങിയവരല്ല ഇവരാരും. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം നിങ്ങൾ കേട്ടു. കർത്താവിൻ്റെ ദാസൻ ടോമിൻ്റെ ഹോസ്റ്റലിലായാലും നല്ല ഒരു തലത്തിലാണ് അവർ ജീവിക്കുന്നത്. ഞാൻ അവരുടെ കൂടെ പോയിട്ടുണ്ട്, ഒരുമിച്ച് ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഇന്ന് അസംബ്ലീസ് ഓഫ് ഗോഡ് പ്രസ്ഥാനത്തിൻ്റെ ബാബുച്ചാനൊക്കെ കോവിഡിലൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നിന്നവരാണ്. അസംബ്ലീസ് ഓഫ് ഗോഡ് പ്രസ്ഥാനത്തിൻ്റെ സ്റ്റേറ്റിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന കർത്താവിൻ്റെ പക്ഷേ തോമസ് ഫിലിപ്പ് അവരുടെ മകനാണ്. അതുകൊണ്ട് ഈ കേരളത്തിൽ നിന്നാലും അദ്ദേഹത്തിന് ഒരു പ്രയാസവും ഇല്ല. പക്ഷേ കർത്താവ് നിയോഗിക്കാൻ അനുസരിച്ച് പോയി എന്ന് മാത്രമേ ഉള്ളൂ. നല്ല വിദ്യാഭ്യാസം ദൈവം നൽകിയിട്ടുണ്ട്, ഡോക്ടറേറ്റ് ഉണ്ട്, എല്ലാം കർത്താവ് നൽകിയിട്ടുണ്ട്. എങ്കിലും കർത്താവിന് വേണ്ടി നിൽക്കുന്നു. ഇന്ന് സംസാരിച്ച ജാക്സനെ നിങ്ങൾ ചിലപ്പോൾ കണ്ടേക്കുന്നത് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്ന മേഖലയിലാണ് കൂടുതലും. പക്ഷേ അദ്ദേഹം ഒരു സിവിൽ എഞ്ചിനീയറാണ്. അദ്ദേഹത്തിൻ്റെ ഭവനം എന്ന് പറയുന്നത് എല്ലാ സെറ്റപ്പുമുള്ള ഏറ്റവും മനോഹരമാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഉൾപ്പെടെ അറിയപ്പെട്ട ഒരു കോൺട്രാക്ടറാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ്. അദ്ദേഹം ഇതിനകത്തോട്ട് ഇറങ്ങിയത് പാഷൻ വെച്ച് ഇറങ്ങിയതാണ്. സുവിശേഷ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാൻ വേണ്ടി ഇറങ്ങിയത് ഈ പാഷൻ കൊണ്ടാണ്, അല്ല ഗതിയില്ലാഞ്ഞിട്ടല്ല. ഇഷ്ടം പോലുണ്ട്. പക്ഷേ എല്ലാം ഉണ്ടായിട്ടും നല്ല എൻജിനീയറിങ്, നല്ല എഡ്യൂക്കേഷൻ, നല്ല വെൽ ക്വാളിഫൈഡ്, പക്ഷേ അതൊക്കെ ചവറന്നെണ്ണിയിട്ട് ഇതിനു വേണ്ടി ഇറങ്ങിയെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല വിദ്യാഭ്യാസം കിട്ടും. പഴയ കാലം പോലൊന്നുമല്ല, ഗതിയില്ലാത്തവരൊന്നുമല്ല കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങേണ്ടത്. നല്ല രീതിയിൽ പഠിക്കട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾ. പക്ഷെ പഠിക്കുമ്പം തന്നെ നിങ്ങളെല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ എഞ്ചിനീയർ ആയാലും ഡോക്ടർ ആയാലും അവർ കർത്താവിന് വേണ്ടി തിളങ്ങണം. അതായിരിക്കണം നമ്മുടെ സ്വപ്നം, അതായിരിക്കണം നമ്മുടെ ആഗ്രഹം. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ ബാബു ജോർജ് പാസ്റ്റർ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. കർത്താവിൻ്റെ ദാസൻ എടത്തറ ചർച്ചിലെ മെമ്പറാണ്, അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഇന്ന് രാത്രി നമുക്ക് ഇവിടെ നിന്ന് കടന്നു പോകാം. ഗോഡ് ബ്ലസ് യു. ഒരു ആവശ്യം കൂടെ രണ്ടു പേർക്കും ഹൃദയംഗമായ നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നികൽപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട ദൈവാലോചനയുടെ മുമ്പിൽ നമ്മളെ തന്നെ താഴ്ത്തി ഫരമേൽപ്പിക്കാം. കർത്താവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി രാത്രികാലം